ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. ജോ ആണ്, ജോബി ജോൺ. കോട്ടയം ജില്ലയിൽ ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. എരുമേലിക്ക് സമീപം കനകപ്പാലം എന്ന സ്ഥലത്താണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പൈൻ ഫോറസ്റ്റിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഡ് വേ റെക്കോർഡ്സ്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നേരെ കാണുന്ന വഴി വെച്ചുച്ചിറയിൽ നിന്നും വരുന്ന വഴിയാണ്. ഈ ഒരു വഴി ചെന്നു നിൽക്കുന്നത് കനകപ്പാലം ജംഗ്ഷനിലാണ്. പൈൻ ഫോറസ്റ്റിന് ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് പുറത്തു നിന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഉള്ളത്. വലിയൊരു തോട്ടമൊന്നും അല്ലെങ്കിലും ജസ്റ്റ് ഇതിലൊന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കയറി ഒന്ന് കാണാവുന്നതാണ്. വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എരുമേലിക്ക് സമീപം കനകപ്പാലം എന്ന സ്ഥലത്താണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, കാരണം അത്രയ്ക്ക് വലിയ തോട്ടമൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല, മറിച്ച് നിങ്ങൾ പെരുന്തേനരുവി വാട്ടർഫോൾസും പനംകുടന്ത വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് മടങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പൈൻ ഫോറസ്റ്റും കയറി കാണാവുന്നതാണ്. പെരുന്തേനരുവി സ്ഥിതി ചെയ്യുന്ന വെച്ചുച്ചിറയിൽ നിന്നും ഏകദേശം 6-7 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റിലേക്കുള്ള ദൂരം. മാത്രവുമല്ല ഈ ഒരു കനകപ്പാലം ജംഗ്ഷനോട് വളരെ അടുത്തുമാണ്. നേരെ കാണുന്ന ഈ ഒരു വഴിയാണ് കനകപ്പാലം ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി. നമ്മൾ വന്നിരിക്കുന്നത് ശബരിമല സീസണിലാണ്, അതുകൊണ്ട് തന്നെ നിരവധി അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. ഈ ഒരു വഴിയിൽ കൂടി കനകപ്പാലം ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വലത്തേക്ക് എരുമേലിക്കും ഇടത്തേക്ക് നമുക്ക് റാന്നിക്കും മണിമല ഭാഗത്തേക്കും പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൈൻ ഫോറസ്റ്റിനകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു നടപ്പാത നമുക്ക് കാണാൻ സാധിക്കും. ഇത് എവിടം വരെ ഉണ്ട് എന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ അധികം പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഇവിടെ അധികം പേര് വരാത്തതുകൊണ്ടാവാം. ഇനി നമ്മളാണെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, വരിക, കാഴ്ചകൾ കാണുക, തിരിച്ചു പോവുക, അത് എവിടെയാണെങ്കിലും. കനകപ്പാലത്ത് നിന്നും വെച്ചുച്ചിറയ്ക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വന്തം വാഹനമില്ല എങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സിനും ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. ഈ ഒരു പൈൻമരങ്ങൾക്ക് താഴെയായിട്ട് നിരവധി കാടുകളാണ് വളർന്നു നിൽക്കുന്നത്. ഈ ഒരു കാടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയയിലൂടെ കയറി നടന്ന കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാമായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ കയറി ചെക്ക് ചെയ്യാം. നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ഇടവേള. ഇറ്റ്സ് മീ ജോബി ജോൺ സൈനിങ് ഓഫ്.